പശ്ചിമേഷ്യയിൽ യുദ്ധമേഘങ്ങളും നയതന്ത്ര നീക്കങ്ങളും ഒരുപോലെ പുകയുന്നതിനിടെ ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലി അന്താരാഷ്ട്ര തലത്തിൽ വീണ്ടും കടുത്ത ആശങ്കകളും മുന്നറിയിപ്പുകളും ഉയർന്നു. ഇറാന്റെ ആണവ പ്രശ്നത്തിന് ചർച്ചകളിലൂടെയുള്ള ഒരു പരിഹാരമാണ് അമേരിക്ക ഇപ്പോഴും ആഗ്രഹിക്കുന്നതെന്ന് US ഊർജ്ജ സെക്രട്ടറി ക്രൈസ് റൈറ്റ് വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്നാൽ നയതന്ത്ര ശ്രമങ്ങൾ പൂർണ്ണമായും പരാജയപ്പെടുകയാണെങ്കിൽ ഇറാനെതിരെ കടുത്ത സൈനിക നീക്കങ്ങളിലേക്ക് കടക്കാൻ വാഷിംഗ്ടൺ മടിക്കില്ലെന്ന ശക്തമായ മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട്. മറുവശത്ത് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ തലവൻ റാഫേൽ ഗ്രോസി പുറത്തുവിട്ട വിവരങ്ങൾ ലോകരാജ്യങ്ങളെ കടുത്ത ഭീതിയിലാഴ്ത്തുന്നതാണ്. 60% വരെ ഉയർന്ന അളവിൽ സമ്പുഷ്ടീകരിച്ച 440 കിലോഗ്രാം യുറേനിയം ഇറാന്റെ കൈവശം ഇപ്പോഴും ഭദ്രമായി ഇരിപ്പുണ്ടെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു. യാതൊരു കാരണവശാലും ഇറാൻ ആണവായുധം കൈവശപ്പെടുത്താൻ അമേരിക്ക അനുവദിക്കില്ലെന്ന് വാഷിംഗ്ടൺ ആവർത്തിച്ചു വ്യക്തമാക്കുന്നുണ്ട്. ഇറാന്റെ ആണവ മുന്നേറ്റം തടയുന്നതിന് നയതന്ത്ര ഉപരോധങ്ങൾക്കപ്പുറം സൈനിക ബലപ്രയോഗത്തിനുള്ള സാധ്യതയും മേശപ്പുറത്തുണ്ടെന്നാണ് US ഭരണകൂടം വ്യക്തമാക്കുന്നത്. അമേരിക്കൻ ഊർജ്ജ സെക്രട്ടറിയുടെ ഈ പ്രസ്താവന പശ്ചിമേഷ്യയിലെ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മുൻപ് നടന്ന പോരാട്ടങ്ങൾക്കും മിസൈൽ ആക്രമണങ്ങൾക്കും ശേഷവും ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് സാരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ലെന്ന നിഗമനം പെന്റഗണിന്റെയും സഖ്യരാജ്യങ്ങളുടെയും കണക്കുകൂട്ടലുകൾ തെറ്റിച്ചിരിക്കുകയാണ്. റാഫേൽ ഗ്രോസിയുടെ വെളിപ്പെടുത്തൽ അനുസരിച്ച് 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം എന്നത് ആയുധ നിർമ്മാണത്തിനാവശ്യമായ 90% സമ്പുഷ്ടീകരണത്തിലേക്ക് എത്തിക്കാൻ വളരെ കുറഞ്ഞ സമയം മാത്രം മതി എന്നതാണ് അന്താരാഷ്ട്ര സമൂഹത്തെ ഉത്കണ്ഠാകുലരാക്കുന്നത്. തങ്ങളുടെ വിതരണ ശൃംഖലകളും ഭൂഗർഭ ആണവ താവളങ്ങളും അതീവ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ഇറാന് സാധിച്ചു എന്നത് ടെഹ്റാന്റെ സൈനിക പാടവത്തെയും പ്രതിരോധ ശേഷിയുമാണ് കാണിക്കുന്നത്. ഉപരിതലത്തിൽ വൻ സ്ഫോടനങ്ങൾ നടന്നിട്ടും ഭൂമിക്കടിയിൽ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന റിയാക്ടറുകൾക്കും സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. അന്താരാഷ്ട്ര ഭീഷണികൾക്ക് വഴങ്ങില്ലെന്ന കർക്കശ നിലപാടിലാണ് ഇറാന്റെ മുൻനിര നേതൃത്വം. സമാധാനപരമായ ആണവോർജ്ജ ഉപയോഗം തങ്ങളുടെ ഭരണഘടനാപരമായ അവകാശമാണെന്നും പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾക്കോ സൈനിക ഭീഷണികൾക്കോ തങ്ങളുടെ ശാസ്ത്ര മുന്നേറ്റത്തെ തടയാനാവില്ലെന്നും ടെഹ്റാൻ ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട്. യൂറോപ്യൻ യൂണിയനും അന്താരാഷ്ട്ര ആറ്റോമിക് ഊർജ്ജ ഏജൻസിയും ഈ വിഷയത്തിൽ കടുത്ത ഉത്കണ്ഠ രേഖപ്പെടുത്തി. മേഖലയിൽ മറ്റൊരു വലിയ യുദ്ധത്തിന് വഴി തുറക്കാതെ നയതന്ത്ര ചാനലുകൾ പുനഃസ്ഥാപിച്ച് പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. മധ്യപൂർവേഷ്യയിൽ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ ഇസ്രയേൽ ഈ സംഭവങ്ങളെ അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. ഇറാന്റെ കൈവശമുള്ള 440 കിലോഗ്രാം യുറേനിയം ശേഖരം തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്ന് ടെൽ-അവീവ് കരുതുന്നു. ഇറാനെതിരെ ഒരു സൈനിക നീക്കത്തിന് അമേരിക്ക മുതിർന്നാൽ അത് വൻകരകളെ തകർക്കുന്ന ഒരു വലിയ യുദ്ധമായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ വിതരണം തടസ്സപ്പെടാനും ആഗോളതലത്തിൽ കടുത്ത ഊർജ്ജ പ്രതിസന്ധിയും സാമ്പത്തിക തകർച്ചയും ഉണ്ടാക്കാനും ഇത് വഴിവെക്കും. അമേരിക്കയിൽ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഇറാന്റെ ആണവ വിഷയം വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. വിദേശ യുദ്ധങ്ങളിൽ നിന്നും അമേരിക്ക പിന്മാറണമെന്ന് വാദിക്കുന്ന വിഭാഗവും ഇറാനെ ബോംബിട്ട് തകർക്കണമെന്ന് ആവശ്യപ്പെടുന്ന കടുത്ത തീവ്രവാദ നിലപാടുകാരും അമേരിക്കൻ രാഷ്ട്രീയത്തിലുണ്ട്. IAEA മേധാവി റാഫേൽ ഗ്രോസി തുടർച്ചയായി നൽകുന്ന മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നത് അന്താരാഷ്ട്ര സുരക്ഷയ്ക്ക് തന്നെ വൻ തിരിച്ചടിയാകും. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താനുള്ള ഏജൻസിയുടെ അവകാശവാദങ്ങൾ ഭാഗികമായി തടസ്സപ്പെട്ടിരിക്കുന്നതും ആശങ്ക ഇരട്ടിയാക്കുന്നു. ഇറാന്റെ ആണവശേഷി പൂർണ്ണമായും ഇല്ലാതാക്കാൻ സൈനിക ശക്തിക്ക് കഴിയില്ലെന്ന യാഥാർത്ഥ്യം അമേരിക്കൻ പ്രതിരോധ വകുപ്പിലെ പല ഉദ്യോഗസ്ഥരും രഹസ്യമായി സമ്മതിക്കുന്നുണ്ട്. ആയുധങ്ങൾ ഉപയോഗിച്ച് കെട്ടിടങ്ങൾ തകർക്കാമെന്നാൽ ഇറാനിയൻ ശാസ്ത്രജ്ഞരുടെ സാങ്കേതിക ജ്ഞാനം ഇല്ലാതാക്കാൻ കഴിയില്ല. ഇറാഖ്, സിറിയ, യമൻ തുടങ്ങിയ മേഖലകളിൽ പുകയുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഇറാന്റെ ആണവ പ്രതിസന്ധി കൂടി രൂക്ഷമാക്കുന്നത് പശ്ചിമേഷ്യയെ ഒരു ബോംബ് തട്ടാക്കി മാറ്റിയിരിക്കുകയാണ്. വാഷിംഗ്ടണിൽ നിന്നും വിയന്നയിൽ നിന്നും പുറത്തുവരുന്ന ഈ പ്രസ്താവനകൾ നയതന്ത്ര മേശപ്പുറത്ത് ഇനി എത്രത്തോളം ചർച്ചകൾ ബാക്കിയുണ്ടെന്ന വലിയ ചോദ്യമാണ് ഉയർത്തുന്നത്. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുൻപിൽ പതറാതെ ഇറാന്റെ ആണവ മുന്നേറ്റം തുടരുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ അറബിക്കടലിലും പശ്ചിമേഷ്യൻ മണ്ണിലും കൂടുതൽ വലിയ ഭൗമരാഷ്ട്രീയ കൊടുങ്കാറ്റുകൾ രൂപപ്പെടുമെന്ന് ഉറപ്പാണ്.